എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എന്നിലൂടെ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാ മക്കളുടെയും പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകളെല്ലാം നീക്കി അവർക്ക് സന്തോഷവും സമാധാനവും അവിടുന്ന് കൊടുക്കണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേവ്യ പുസ്തകം 23-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ ആകെ 44 വചനങ്ങളാണ് ഉള്ളത്. എങ്കിലും ഒരൊറ്റ ക്ലാസ് കൊണ്ട് ഈ അധ്യായം തീരില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. മൊത്തം 8 ഉത്സവങ്ങളാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ആഘോഷങ്ങളുള്ള മറ്റൊരു ജനത, മറ്റൊരു മതം, മറ്റൊരു ജാതി ഈ ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ദൈവം നടത്തുന്ന ഒരു ജനത, ഒരു നിയമം, ഒരു കലണ്ടർ, ഒരു രക്ഷാപദ്ധതി, ഇതെല്ലാമാണ് ഇസ്രായേലിൻ്റെ ദൈവിക മഹിമ. എന്തൊക്കെയാണ് ദൈവം കൊടുത്ത 8 ഉത്സവങ്ങൾ എന്ന് നോക്കാം. നിങ്ങളെല്ലാവരും തയ്യാറല്ലേ? ഈ 8 ഉത്സവങ്ങൾ കർത്താവാം യേശുക്രിസ്തുവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കേണ്ടത് നമ്മൾ ഓരോ ക്രിസ്തീയ വിശ്വാസിയുടെയും ആവശ്യമാണ്. പലർക്കും അറിയാത്തതും ഇത് തന്നെയാണ്. 1. ശബത്ത്, 2. പെസഹ, 3. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം, ദ ഫീസ്റ്റ് ഓഫ് അൺലീവൻഡ് ബ്രെഡ്, ആദ്യ ഫലങ്ങളുടെ ഉത്സവം, ഫസ്റ്റ് ഫ്രൂട്ട്സ്, ആഴ്ചകളുടെ ഉത്സവം അല്ലെങ്കിൽ പെന്തക്കോസ്ത. മറ്റൊരു രീതിയിൽ നമ്മൾ പറഞ്ഞാൽ ദ ഫീസ്റ്റ് ഓഫ് വീക്സ്, ആൾസോ കാൾഡ് പെന്തക്കോസ്ത്. പിന്നീട് നമ്മൾ കാണുന്നത് 6-മത്തത് കാഹളം മുഴക്കുന്ന ഉത്സവം, ദ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്. 7-മതായി നമ്മൾ കാണുന്നത് പ്രായശ്ചിത്ത ദിനം, ദ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്. അവസാനമായി നമ്മൾ കാണുന്നത് കൂടാരോത്സവം, ദ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ അല്ലെങ്കിൽ സുക്കോത്ത് എന്നും ഇതിനെ വിളിക്കുന്നു. 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, എൻ്റെ ഉത്സവങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങൾ ആവിത്. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്താകുന്നു. അന്ന് ഒരു വേലയും ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും അത് യഹോവയുടെ ശബത്താകുന്നു. ശബത്തും കർത്താവാം യേശുക്രിസ്തുവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ബൈബിൾ എന്ത് പറയുന്നു എന്ന് നോക്കാം. ശബത്തും കർത്താവായ യേശുക്രിസ്തുവും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് ആർക്കും തന്നെ അറിയില്ല എന്നതാണ് സത്യം. എല്ലാവരും ചിന്തിക്കുന്നത് ദൈവം തൻ്റെ സൃഷ്ടിപ്പിൽ നിന്ന് സ്വസ്ഥനായി, അതാണ് ശബത്തെന്നാണ്. നിയമപരമായ ഒരു ദിനം മാത്രമല്ല ശബത്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ശബത്ത് പൂർണ്ണമാവുന്നത് കർത്താവാം യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവിന് മുമ്പുള്ള ശബത്തിൻ്റെ ഉത്സവം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. അതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഉൽപ്പത്തി 2 മുതൽ 3 വരെ. ദൈവം മോശയിലൂടെ ഇസ്രായേലിയർക്ക് ശബത്ത് കൽപ്പനയായി നൽകി. പുറപ്പാട് 8 മുതൽ 11 വരെ. ശബത്ത് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള അടയാളമായി. പുറപ്പാട് 16 മുതൽ 17 വരെ വായിക്കുമ്പോൾ നമുക്കത് കാണാം. യേശു ശബത്തിനെ നിഷേധിച്ചില്ല, പക്ഷേ അതിൻ്റെ ശരിയായ അർത്ഥം പഠിപ്പിച്ചു. മർക്കോസ് 2 മുതൽ 28 വരെ വായിക്കുമ്പോൾ നമ്മൾക്കത് കാണാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നു, ശബത്ത് മനുഷ്യൻ്റെ നന്മയ്ക്കായാണ്, മനുഷ്യൻ ശബത്തിനായല്ല. ശബത്തിൽ രോഗശാന്തി ചെയ്യുന്നത് ശരിയെന്ന് പഠിപ്പിച്ചു. മത്തായി 12:9 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. കർത്താവ് പറയുന്നത് ശബത്തിന് മേൽ അധികാരമുള്ളവൻ തന്നെയാണ് കർത്താവെന്നാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി എഴുതിയ സുവിശേഷം 11:28. അതായത് നമുക്ക് ആശ്വാസം തരുന്നത് ഒരു ശബത്തല്ല, പിന്നെയോ കർത്താവാണ്. ശരിയായി നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ വിശ്രമത്തിൽ പ്രവേശിക്കുന്നു. എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ്ലീഹ പറയുകയുണ്ടായി. 4 9 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ നമ്മളോടത് വ്യക്തമാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ, ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത്. കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞതാണ്. 2-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. ശബത്ത് നിഴലും കർത്താവ് അതിൻ്റെ പൂർണ്ണതയുമാണ്. 4 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. അതത് കാലത്ത് വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങളാവത്. 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ. 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്താണ് യഹോവയുടെ പെസഹ. ശ്രദ്ധയോടെ കേൾക്കുക. എന്താണ് യഹോവയുടെ പെസഹ? ഇത് ക്രിസ്തുവുമായി ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. യഹോവയുടെ പെസഹ എന്താണ് എന്ന് ആദ്യം നോക്കാം. പെസഹ എന്നാൽ എബ്രായ ഭാഷയിൽ പേഷ അല്ലെങ്കിൽ കടന്നു പോവുക എന്നർത്ഥം. ദൈവത്തിൻ്റെ ന്യായവിധി ഇസ്രായേൽ മക്കളുടെ വീടുകളെ കടന്നുപോയ സംഭവത്തിൻ്റെ സ്മരണയാണ് പെസഹ.
നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നുപോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായി നിത്യനിയമമായി നിങ്ങളത് ആചരിക്കണം. പുറപ്പാട് 12:13 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് ഞാൻ വായിച്ചത്. ഇതാണ് പെസഹ. ഇത് ക്രിസ്തുവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് മാർക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. 1 കൊരിന്ത്യർ 5:7. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 1 പത്രോസ് 1:18 മുതൽ 19 വരെയാണ് ഞാൻ വായിച്ചത്. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. രക്തം രക്ഷ നൽകുന്നു. പുറപ്പാട് 12:13. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 1:7 ഞാൻ വായിച്ചത്. യേശു ക്രിസ്തു പെസഹ സമയത്താണ് ക്രൂശിക്കപ്പെട്ടത്. മത്തായി 26. യേശു ക്രിസ്തു തൻ്റെ ശരീരവും രക്തവും നമുക്കായി നൽകുന്നതാണ് പെസഹ. ലൂക്കോസ് 22:19 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ പെസഹ നിഴലാണെങ്കിൽ യേശു ക്രിസ്തു പെസഹായുടെ പൂർണ്ണതയാണ്. 6 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. ആ മാസം 15-ാം തീയതി യഹോവയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. നിങ്ങൾ 7 ദിവസം യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം. അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും പെസഹായും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നോക്കുക. എബ്രായ ഭാഷയിൽ പേഷ എന്നാണ് പെസഹായ്ക്ക് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ പാസ് ഓവർ. അത് നമ്മൾ മുകളിൽ പഠിക്കുകയുണ്ടായി. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും ഫീസ്റ്റ് ഓഫ് അൺലീവൻഡ് ബ്രെഡ്, ഇതും പെസഹായും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ബൈബിൾ പ്രകാരമുള്ള ബന്ധവും വ്യത്യാസവും ക്രമമായി നോക്കാം. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ പെസഹ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്. അത് യഹോവയുടെ പെസഹ. സമയം നീസാൻ മാസം 14-ാം തീയതി വൈകുന്നേരം. നീസാൻ 15 മുതൽ 21 വരെ 7 ദിവസം. അതായത് ദൈർഘ്യം 1 രാത്രിയും 7 ദിവസവും. പുറപ്പാട് 12, ലേവ്യ പുസ്തകം 23:5 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. പെസഹ അല്ലെങ്കിൽ പാസ് ഓവർ. യഹോവയുടെ ന്യായവിധി ഇസ്രായേൽ വീടുകളെ കടന്നുപോയ രാത്രി ഓർമ്മപ്പെടുത്തുന്നതാണ് പെസഹ, അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടുള്ള രക്ഷ. ദൈവം പറഞ്ഞു, രക്തം കണ്ടാൽ ഞാൻ നിങ്ങളെ കടന്നുപോകും. പുറപ്പാട് 12:13. ആത്മീയ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പാപങ്ങളുടെ മോചനത്തിന് രക്തം ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്നു. അന്ന് ആടിൻ്റെ രക്തത്താൽ ഇസ്രായേലിയർ രക്ഷ പ്രാപിച്ചുവെങ്കിൽ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അവനിൽ വിശ്വസിക്കുന്ന സർവ്വലോകത്തിനും യേശു ക്രിസ്തുവിലൂടെ അവൻ ക്രൂശിൽ ചീന്തിയ രക്തത്താൽ പാപമോചനമുണ്ട്, സമാധാനമുണ്ട്. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. കൊലോസിയർ 1:20 ഞാൻ വായിച്ചത്. എന്താണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ? അൺലീവൻഡ് ബ്രെഡ്. അതായത് പെസഹയുടെ അടുത്ത ദിവസം മുതൽ 7 ദിവസം വീടുകളിൽ പുളിപ്പ് പൂർണ്ണമായി ഒഴിവാക്കണം. പുളിപ്പില്ലാത്ത അപ്പം മാത്രമേ ഭക്ഷിക്കാവൂ. പുളിപ്പിനെ എപ്പോഴും വിശുദ്ധ ബൈബിൾ തിന്മയായി തന്നെയാണ് കാണുന്നത്. ഉദാഹരണം, നിങ്ങളുടെ പ്രശംസ നന്നല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. 1 കൊരിന്ത്യർ 5:6 മുതൽ 7 വരെ. ഇനി കർത്താവ് പുളിപ്പിനെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്കാരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പം കൊണ്ടുപോരായികയാൽ ആയിരിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. വിശുദ്ധ മത്തായി 16:6 മുതൽ 7 വരെയാണ് ഞാൻ വായിച്ചത്. ഇനി കർത്താവ് തന്നെ തരുന്ന അതിൻ്റെ വ്യാഖ്യാനമൊന്ന് നോക്കുക. പരീശന്മാരുടെയും സദൂക്കാരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തതെന്ത്? അങ്ങനെ അപ്പത്തിൻ്റെ പുളിച്ചമാവല്ല, പരീശന്മാരുടെയും സദൂക്കരുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞത് എന്നവർ ഗ്രഹിച്ചു. വിശുദ്ധ മത്തായി 16:11 മുതൽ 12 വരെയാണ് ഞാൻ വായിച്ചത്.
പെസഹ 14-ാം തീയതി മാത്രമാണ്, ഒറ്റ രാത്രി. എന്നാൽ പുളിപ്പില്ലാത്തപ്പം 15-ാം തീയതി മുതൽ 21 വരെ, അതായത് 7 ദിവസം. തുടർച്ചയായ രക്ഷാസംഭവത്തിൻ്റെ ഭാഗങ്ങളാകയാൽ ചില ഭാഗങ്ങളിൽ ബൈബിളിൽ ഇവയെ ഒരുമിച്ച് പെസഹ എന്ന് വിളിക്കുന്നതായി കാണാം. ഉദാഹരണം വിശുദ്ധ ലൂക്ക 22:1. ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം: പെസഹ രക്തത്താലുള്ള രക്ഷയാണ് എങ്കിൽ ക്രിസ്തുവിൽ ഇവ ആത്മീയമായി നിവർത്തിയാകുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.